Good evening, everyone. Yes, good evening, everyone. Welcome to yet another. So, welcome to today's live interview with me, Akshara. Hi, Raj Guttala. Hi, hello. So, today we are having Miss Noorul Neha with us. She's a micro artist. അഗെയിൻ നമ്മുടെ ഈ ഒരു ലൈവ് ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മോട് കൂടെയുള്ളത് ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറാണ്. സോ ഷീസ് ഹിയർ. നമുക്ക് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങള്? യെസ്. ഹായ് നൂറുൽ. ഹലോ. എന്താണ് നൂറുൽ? നൂറുലിനെ വിളിക്കണോ, നിഹാന്ന് വിളിക്കണോ, എന്താ വിളിക്കണ്ടേ? നിഹാന്ന് വിളിച്ചോ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, നിഹാന്ന് വിളിക്കാം. സോ എന്തായിരുന്നു നിഹ അന്നത്തെ പരിപാടികളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ദിവസം? സുഖം. കൊറോണയാണ്, സോ എല്ലാ ദിവസവും ഒരേപോലെ തന്നെ പോകുന്നു. ഒരേപോലെ തന്നെ. ക്ലാസ് ഒക്കെ ഉണ്ടോ? ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പം അവിടെയും ജോയിൻ ചെയ്യണം. അതുകൊണ്ട് സെയിം എല്ലാ ഓൾ ഡേ എല്ലാം ഒരേപോലെ തന്നെ. യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ ആയോ? യൂണിവേഴ്സിറ്റി നമുക്ക് 5th സെമിസ്റ്റർ ആണ്. അപ്പം ഇതുവരെയായിട്ടും എക്സാമിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി വന്നാൽ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയില്ല. പെട്ടെന്നൊക്കെ ആയിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ വരാം, പെട്ടെന്നൊക്കെ ആയിരിക്കും എക്സാം. അങ്ങനെയാണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി? എങ്ങനെയാണ്? നമ്മുടെ എല്ലാം ഓൾറെഡി പറയും എക്സാം ഉണ്ടെങ്കിൽ നമുക്ക് സർക്കുലറെല്ലാം വരും. അപ്പം അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അങ്ങനെ ആവട്ടെ അല്ലേ? അങ്ങനെ ആയാൽ നല്ലത്. കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ കുറച്ച് ടൈമൊക്കെ കൊടുക്കായിരിക്കും. സോ നിഹ, ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ എന്താണ്, എന്തുകൊണ്ടാണ് നിഹ ഞങ്ങളുടെ ഷോയിൽ വന്നത്. വൈ? ബിക്കോസ് നിഹ ഒരു ഇന്ത്യൻ റെക്കോർഡ് ഹോൾഡർ ആണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അത് എന്തിനെ കിട്ടി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ കൂടുതലായിട്ട് നിഹയുടെ അടുത്തുനിന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഒരടവാണെന്ന് വിചാരിച്ചു. ഓക്കെ. സോ നിഹ പറഞ്ഞു തുടങ്ങിക്കോളൂ. നിഹേനെ കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞോളൂ. ഓക്കെ, മൈസെൽഫ് നൂറുൽ നിഹ, തലശ്ശേരിക്കാരിയാണ്. ഇപ്പം ഡിഗ്രി 3rd ഇയർ BC ആണ് പഠിക്കുന്നത്. വീട്ടിൽ ഉപ്പ ഉമ്മ 2 സിസ്റ്റേഴ്സ്. ഇത്ര തന്നെ. പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി, ഇതാണ് ലൈഫ്. ഓക്കെ, ഷോർട്ടായിട്ട് പറഞ്ഞു നിഹ. ഇനി നിഹനെ പറ്റി പറയാണെങ്കിൽ ഞാൻ പറയാം. അല്ല വേണ്ട, നിഹ തന്നെ. നിഹക്ക് എന്തിനാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ നിഹയുടെ പേര് 2021 എഡിഷനിലാണ് തോന്നുന്നത് അല്ലേ? 2021 എഡിഷനില്. ഓക്കെ, 2021 എഡിഷനിലാണ് നിഹയുടെ പേര്. നമ്മള് എല്ലാ മലയാളികൾക്കും ഒരു എന്താ പറയാ, ഒരു അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ്. അതിനെ പറ്റി പറയൂ നിഹ കൂടുതലായിട്ട്. ഞാൻ 20 സോൾജേഴ്സിന്റെ ഗാൽവാൻ അറ്റാക്കിൽ മരിച്ച 20 സോൾജേഴ്സിന്റെ നെയിം ചോക്കില് നമ്മൾ സാധാരണ ബോർഡിൽ എഴുതുന്ന ചോക്കില് കാർവ് ചെയ്തിട്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നത്. എന്തായിരുന്നു ആ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മാസ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേരാണ് അത്. 20 ബ്രേവ് ഹാർട്ട്സ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്ന റെക്കോർഡ്സിൽ എഴുതിയിരിക്കുന്നത്. ഹലോ, 20 ബ്രേവ് ഹാർട്ട്സിന്റെ നെയിംസ് ആണ് ഞാൻ കാർവ് ചെയ്തത്. അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ഓഫ് റെസ്പെക്ട്, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമാണ്. അപ്പം ആ ഒരു രീതിയിൽ. ഓക്കെ. സോ എന്താ പറയാ, ആരെങ്കിലും പറഞ്ഞിരുന്നു ഈ ഒരു ഇത് ആദ്യമായിട്ട്
വന്നതാണോ അതോ വേറെ ആരെങ്കിലും നിഹനോട് കൺവേ ചെയ്തതാണോ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട്? ഇല്ല, ടോപ്പിക്സ് ആണ് മെയിൻ ഇഷ്യൂ ഉണ്ടായത്. ടോപ്പിക്സ് എടുക്കും എന്നുള്ളത് കാരണം എനിക്ക് കുറച്ച് ഇന്ത്യ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തായാലും വേണമെന്നുണ്ടായി. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായ ഒരു കാര്യം 20 ആൾക്കാർ മരിച്ചെന്നെല്ലാം പറയുമ്പം അപ്പൊ ആ ഒരു അവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് പോലെ ഞാൻ കാർവ് ചെയ്തു. ഓക്കെ ഓക്കെ ഫൈൻ. സോ എങ്ങനെയായിരുന്നു അതിന്റെ വർക്ക് ഒക്കെ? എത്ര ദിവസം എടുത്തു? എത്ര ടൈം ഇരുന്നു? എത്ര 2 എത്ര hours എഫേർട്ട്? 32 seconds ഉണ്ട്. ഹലോ, 2 എനിക്ക് hours ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നുണ്ട്. ഓക്കെ ഫൈൻ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ 2 hours 32 seconds കൊണ്ടാണ് എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. 1 day 1 hour 10 names എഴുതി. നെക്സ്റ്റ് ഡേ അതേപോലെ തന്നെ 2 days കൊണ്ട് കംപ്ലീറ്റ് ആക്കിയത്. നല്ല എഫേർട്ട് എടുക്കേണ്ട വന്നിട്ടുണ്ട്. കാരണം നമ്മൾ സ്വന്തമായിട്ട് വീഡിയോസ് എടുക്കണം, അങ്ങനത്തെ കുറച്ച് ഓക്കെ. ഹലോ, ഓക്കെ നിഹ, ഇടയ്ക്കൊന്ന് കട്ടായില്ലേ? ഇപ്പൊ ഓക്കെയാ? ഓക്കെയാണ്, കേൾക്കാം നിഹനെ എനിക്ക്. പക്ഷെ സ്റ്റക്കായിട്ടാണ് വീഡിയോ വരുന്നത്. ഓക്കെ, എന്തായാലും അപ്പം 2 hours എത്ര സെക്കൻഡ്സാ? മിനിറ്റ്സോ? 32 seconds. 32 seconds. ഇത്രയും ഷോർട്ട് സ്പാനില്. പിന്നെ ചോക്ക് പോലുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള സംഭവം പറഞ്ഞാൽ ഫ്രെയിം പൊടിഞ്ഞു പോകൂലേ? ഭയങ്കര ക്ഷമയോട് ചെയ്യണല്ലോ. ആക്ച്വലി കാർവിംഗ് എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല ക്ഷമയും നല്ല എന്താ പറയാ ക്ഷമ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കാർവിംഗ്. ക്ഷമയും നല്ല ശ്രദ്ധയും. കാരണം നമ്മൾ ഓരോ സൈഡും കാർവ് ചെയ്ത് ആ ഒരു സംഭവം നമുക്ക് നല്ല നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ ആൾക്കാർക്കും. ഞാൻ തന്നെ നമ്മുടെ ക്ലാസ്സിലിരുന്ന് വെറുതെ ചെയ്ത് നോക്കിയ ഒരു സംഭവമാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ആർട്ട് ഫോം ഉണ്ട് എന്ന് തന്നെ അറിയില്ലായിരുന്നു. പിന്നെ ആ ഒരു ആങ്സൈറ്റിയിൽ ഞാൻ വന്ന് ചോക്ക് വാങ്ങി. അപ്പൊ എന്റെ നിഹ എന്ന് പറഞ്ഞിട്ടുള്ള 4 ലെറ്റേഴ്സ് എഴുതാനേ എനിക്ക് 1.5 weeks വന്നിട്ട് എടുത്തിട്ടുണ്ടായി. ഞാൻ ഇപ്പാണ് ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ എല്ലാം റെഡിയായി, പറഞ്ഞോളൂ. ചോക്ക് കാർവിംഗ് ഞാൻ 8 minutes കൊണ്ടല്ലേ ഇപ്പം കാർവ് ചെയ്യും. ബട്ട് പണ്ട് ഞാൻ എന്റെ 4 ലെറ്റേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് 1.5 week എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ടൈം എടുത്തു. അതെ, ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. നിഹക്ക് എങ്ങനെയാണ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഏച്ചിന്റെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ പോലെ തന്നെ. നിഹ, ഇപ്പൊ നിഹ പറഞ്ഞു ഇങ്ങനെ, അതായത് നിഹ 2 hours ഇത്ര മിനിറ്റിനെ കൊണ്ട് ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു, ഇത്ര മിനിറ്റിന്റെ ഉള്ളിൽ എനിക്ക് ഇത് തീർക്കാൻ പറ്റും? ഇല്ല, കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് റെക്കോർഡിംഗിലേക്ക് വരാനുള്ള ഒരു ഇതായത്? ചിലർക്ക് നല്ല കോൺഫിഡൻസ്. റെക്കോർഡിലേക്ക് വരാന് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കേരള പെൻസിൽ കാർവിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇന്നലെ അർജുൻ പറഞ്ഞു കാണും. അപ്പൊ ആ ഒരു ഗ്രൂപ്പില് ആണ് ഈ ഒരു കോൺസെപ്റ്റ്, അതായത് നമുക്കൊരു റെക്കോർഡ് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയെല്ലാം ഉള്ള ഒരു കോൺസെപ്റ്റ് കിട്ടിയത്. അപ്പം അതിലുള്ളത് ഏഷ്യൻ റെക്കോർഡ് ഹോൾഡേഴ്സ് എല്ലാം ആണ്. സോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല റെക്കോർഡ് സെറ്റ് ചെയ്യും എന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പെട്ടെന്ന് നമ്മുടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു ഇതില് ഞാൻ ചെയ്തതാണ് ഈ റെക്കോർഡിന്റെ. ഇതിങ്ങനെ ഇത്രയും വലിയൊരു സംഭവം ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കൊറോണ ആയിട്ട് വീട്ടിലിരുന്നപ്പോ തോന്നിയതാണോ
ഈ ഗ്രൂപ്പിൽ വന്നു. എപ്പോഴായിരുന്നു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തത്? ഞാൻ ഏപ്രിലായിരുന്നു ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തത്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ഇയർ ആണ് കാർവിംഗ് ചെയ്തത്. അത് ചോക്ക് ആർട്ട് മാത്രമായിരുന്നു. പെൻസിലിൽ കുറച്ചും കൂടി ഇംപ്രൂവ് ആയത് ഈ ഇയർ ആണ്. അപ്പൊ ഈ ലോക്ക്ഡൌൺ ഹെൽപ്പ് ചെയ്തു നിഹനെ? ലോക്ക്ഡൌൺ കുറേ ഹെൽപ്പ് ചെയ്തു ശരിക്കും. സെൽഫ് ടോട്ട് ആണല്ലോ, സ്വയം പഠിച്ചെടുത്തതാണ് പറഞ്ഞു. എന്തെങ്കിലും ലെസൺ ഇപ്പൊ എല്ലാവരും യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടാണല്ലോ ഒന്നൊന്ന് പഠിച്ചെടുക്കുന്നത്. യൂട്യൂബ് ഉണ്ട്, പിന്നെ ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ, അവിടെ തന്നെ നമുക്ക് കുറേ കിട്ടും. നമുക്ക് കുറേ ഫോൺസ് ട്രൈ ചെയ്യാം. അവിടെയുള്ള ഏട്ടന്മാരും ഏച്ചിമാരെല്ലാം എന്റെ സിസ്റ്റർ ചെറിയ ആൾക്കാരാണെങ്കിലും കുറേ ഫോൺസ്. അത് ഞാൻ വിചാരിക്കും ഈ പെൻസിലിന്റെ ഇതിലെല്ലാം എങ്ങനെയാണ് ഇത്ര മനോഹരമായി ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോ നമുക്ക് എല്ലാ ആൾക്കാർക്കും പറ്റും. പക്ഷെ അവര് ട്രൈ ചെയ്യാനുള്ള ഒരു എന്താ പറയാ, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓൾറെഡി ഇതിൽ എന്തെങ്കിലും റെക്കോർഡൊക്കെ ഉണ്ടോ ഈ ചോക്ക് കാർവിംഗില്? ഇല്ല, ചോക്ക് കാർവിംഗില് എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും പെൻസിലുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എടുത്തത് റെക്കോർഡ്സ്. അപ്പൊ എനിക്ക് പെൻസില് ചെയ്യണം. ഞാൻ വന്നത് ചോക്കിലൂടെയാണ്, മൈക്രോ ആർട്ടിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ച ചോക്കിലൂടെയാണ്. അപ്പൊ അതിലൂടെ തന്നെ എനിക്ക് പോണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുമ്പോ അതിലൂടെ അറിയപ്പെടണം എന്നുള്ള ഒരു ഇതുണ്ടായി. അപ്പൊ ഓൾറെഡി ഇങ്ങനത്തെ റെക്കോർഡ്സ് ഒന്നും ഇല്ല ചോക്ക് കാർവിംഗില്? എനിക്കറിയില്ല. ഇങ്ങനത്തെ ആർട്ടിസ്റ്റ് ആയിട്ട് പരിചയം ഉണ്ടോ? വേൾഡ് റിനൗണ്ട് ആയിട്ട്? ഇല്ല, ഞാനിപ്പോ ഈ ഒരു ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് കുറെ ആൾക്കാരെ പറ്റിയിട്ട്, തോമസ് സർ, കുറെ ആൾക്കാരെ പറ്റിയിട്ട് അറിയുന്നത്. കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്, കുറെ ഭയങ്കര എന്താ. അല്ലാതെ അങ്ങനെ ആരും അറിയില്ല, പരിചയം? ഇല്ല, ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഇപ്പൊ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. ഇതിനു മുമ്പേ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ കുറെ ആൾക്കാർ ആർട്ടിസ്റ്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു നല്ലൊരു കാര്യത്തിന് പോലെ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു ഞാൻ. 1 year ബിഫോർ ക്ലാസ്സിൽ ഇന്ന് ചെയ്തതാണല്ലേ പറഞ്ഞത്? ചേച്ചി പറയുന്ന എനിക്ക് കേൾക്കുന്നില്ല. അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തല്ലോ, സ്വന്തം പേരാണ് ചോക്കില് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തപ്പോ അവരൊക്കെ റിയാക്ഷൻ എന്തായിരുന്നു? ഇല്ല, ഞാൻ ക്ലാസ് എന്നല്ല ആക്ച്വലി ചെയ്തത്. ഞാൻ വീട്ടിൽ വന്നിട്ടാ ട്രൈ ചെയ്തത്. ക്ലാസ്സിൽ ഇരുന്ന് ചെറിയൊരു കഷ്ണം ചോക്ക് എനിക്കും എന്റെ ഫ്രണ്ടിനും കിട്ടി. അപ്പൊ നമ്മളിങ്ങനെ ചെയ്തരം മുമ്പിലാണ് ഫുൾ അതിന്റെ വൈറ്റ് പൗഡർ ഫുള്ള് മുന്നിൽ പോയി. അപ്പം അതിന് കിട്ടി, പക്ഷെ ബാക്കി ഒന്നും ആവുന്നില്ല. അപ്പൊ അവരെ ചീത്തയെല്ലാം കിട്ടി. ഞാൻ വിചാരിച്ചു എന്തോ ഇങ്ങനത്തെ ഒരു ആർട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം വീട്ടിൽ വന്നു, ചോക്ക് എന്നേരം തന്നെ വാങ്ങി ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ മൈക്രോ ആർട്ട് മീൻസ് എന്റെ ഫ്രണ്ട്സിനെല്ലാം കൊറേ ആൾക്കാർക്ക് പറ്റുന്ന ആൾക്കാർക്കെല്ലാം ചെയ്തു കൊടുത്തു. ഒന്നിൽ തന്നെ സ്റ്റെക്കായിട്ട്. ഒരു മിനിറ്റ്, നിഹനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ലൈക്ക് ഫുള്ള് ഡള്ളായിട്ടാണ് കാണുന്നത്. ഞാൻ ഇപ്പൊ നിഹനെ ഒന്ന് റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ആഡ് ചെയ്യാം. ഓക്കെ? ഓക്കെ, റെഡി. ഓക്കെ. സോ നിഹ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിപ്പോ പറഞ്ഞത്. കൂടിയാണ് ഞാൻ കാര്യം പറഞ്ഞത്. മൈക്രോ ആർട്ടില് ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവരെ ചീട്ടെല്ലാം കിട്ടി. പിന്നെ എനിക്കൊരു ആങ്സൈറ്റി, എന്തായിരിക്കും ഇതിന്റെ ലാസ്റ്റ് ആവാന്നുള്ളത്. അപ്പൊ അന്ന് വരുമ്പോ തന്നെ ഞാൻ വീട്ടിൽ വരുമ്പോ തന്നെ കളർ ചോക്ക് വാങ്ങി ട്രൈ ചെയ്തു. ആവുന്നില്ല. പിന്നെയും ട്രൈ ചെയ്തു. എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കാണണം, അതിന്റെ ലാസ്റ്റ് ഫിനിഷിങ് എന്താ കാണണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്ത് എഫോർട്ട് എടുത്തിട്ടായാലും ഞാൻ അത് ചെയ്യും. അതിപ്പം മൈക്രോ ആർട്ട് അല്ല, ഞാൻ എന്തായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തരം എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി.
അതായത് ചോക്കിന്റെ മുകളില് അതെ ചോക്കിന്റെ മുകളില് എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു ആർട്ട് ഉണ്ടെന്നല്ലോ. അപ്പം എന്റെ പേരെന്നെ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് നമ്മൾ ബോർഡ് മേടിച്ച് ചോക്കില് എന്റെ നെയ്വ് ചെയ്തെന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ഇതായിപ്പോയി, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി. അതെ. എത്ര പിന്നീട് ഇങ്ങനെ ചെയ്തു കൊടുക്കല്ലോ, ഓരോരുത്തർ പറയല്ലോ ഇത് കാണുമ്പോ എനിക്കും ചെയ്തു തരുമോ. അപ്പൊ എങ്ങനെ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ടോ? അവർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ കൂടുതൽ ഒരു വർക്കിന് ഞാൻ കൂടുതലായിട്ട് ചെയ്യില്ല, എനിക്ക് മടുപ്പ് വരും. അപ്പൊ ചോക്ക് കാർവിംഗ് ഞാൻ അവിടെ നിർത്തി. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തോന്നി. എനിക്ക് ഒരാൾക്ക് ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഇതുവരെ കാണാത്ത ഒരു ആർട്ട് കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഈ പെൻസിൽ കാർവിംഗ് ചെയ്തത്. അതങ്ങനെ ഞാൻ 2 വർക്ക് ചെയ്തു. ഒന്ന് എന്റെ ഉമ്മാന്റെ ആയിരുന്നു ഫസ്റ്റ് വർക്ക്, പിന്നെ വേറെ എന്റെ ഫ്രണ്ടിന്റെ ചെയ്തു. അങ്ങനെ ഞാൻ സ്ട്രിങ് ആർട്ട് ചെയ്തു. പിന്നെ ഈ ലോക്ക്ഡൌൺ ടൈമിലാണ് പിന്നെയും ഈ പെൻസിൽ കാർവിങ്ങും ചോക്ക് കാർവിങ്ങും റെക്കോർഡ് സെറ്റിങ്ങും എല്ലാം ആയത്. എത്ര പേർക്ക് ചെയ്തു കൊടുത്ത് സോഫാർ? എത്ര വർക്ക് ചെയ്തു? ഇപ്പൊ ഞാന് സെല്ലിംഗ് ബേസിലാണ് ചെയ്യുന്നത് പെൻസിൽ കാർവിംഗ്. ഓക്കെ, അതൊരു 30 വർക്ക്സ് ചെയ്തിട്ട് കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? 240 തൊട്ടിട്ടുള്ള സ്റ്റാർട്ടിങ് വരുന്നത്. ഡിപ്പെൻസ് അവര് എത്ര ലെങ്ത് ഉണ്ട്, നെയിം ലെങ്ത് അത്ര ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബിസിനസ് ആയിട്ട് നമ്മൾ അങ്ങ് എടുത്ത് നമ്മളൊരു ടാലന്റ് ബിസിനസ് ആക്കി കൊണ്ടുപോകുന്നു. പക്ഷെ ബിസിനസ് ആയി ചോദിച്ചോ അല്ല ബിസിനസ് ആയിട്ട് എടുത്താലും ചില ആൾക്കാർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ഒരു ചെറിയ വർക്കിന് ഇത്ര പൈസയോ എന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാരെല്ലാം നല്ല റെസ്പെക്ട് ചെയ്തിട്ട് വരും. ചില ആൾക്കാർക്ക് ഇത്ര പൈസ എന്തിനാ, ചെറിയൊരു പീസിന് ഇത്ര പൈസയോ? അവര് മനസ്സിലാവില്ല നമ്മൾ അത്രയും ടൈമും എഫേർട്ടും എല്ലാം എടുത്തിട്ടാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടാണ് അതിന്റെ ലാസ്റ്റ് ഫിനിഷിങ് മീൻസ് ഫിനിഷ് ചെയ്യുന്ന വരെ നമ്മളൊരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫിനിഷിങ് വർക്ക് കഴിയുന്ന വരെ നമ്മൾ അതിന്റെ എഫേർട്ട് അത്രയും ഇടും. അപ്പൊ അങ്ങനെ പറയുമ്പോ കുറച്ച് സങ്കടാവും. പിന്നെ മൈൻഡ് ആക്കാറില്ല. അതാണ് നല്ലത്. നമ്മുടെ ഒരു ടൈമിങ് എഫേർട്ടിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നവരോട് റെസ്പെക്ട് കുറെ ആൾക്കാർ ചെയ്യും. മീൻസ് അത്രയും റെസ്പെക്ട് ചെയ്തിട്ട് അത് ചോദിക്കും എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത്, ഇത്രയും നല്ല രീതിയിൽ എങ്ങനെയാണ്. അത് കേൾക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷാണ്. മറ്റുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യാണ്ട് വിടും, അത്ര തന്നെ. ഇത്രയും കാലം കേട്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫീഡ്ബാക്ക് എന്തായിരുന്നു? ഫീഡ്ബാക്ക് ഈ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞതും മീൻസ് എല്ലാ ആൾക്കാരും, കാരണം ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, ഫാമിലി, അത് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവർക്ക് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യൂന്ന്. പക്ഷെ എല്ലാ ആൾക്കാരും വളരെയധികം ഭയങ്കര ആക്സെപ്റ്റൻസ്. കാരണം കുറേ മെസ്സേജസ് ഭയങ്കര നല്ല. എനിക്ക് അതായിരുന്നു ഏറ്റവും പ്രൗഡ് മൊമെന്റ്. ഇപ്പൊ ആക്ച്വലി നമുക്ക് ഈ കോളേജ് സ്റ്റുഡന്റ് ആണല്ലോ നിഹ. ഇപ്പൊ കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോളേജ് സ്റ്റാർ ആയിരുന്നെ അല്ലേ? കോളേജ് സ്റ്റാർ അല്ല, പക്ഷെ എല്ലാ ആൾക്കാരും പറഞ്ഞു കോളേജ് ഒന്നും ഇല്ലാലോ, നേരിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലാലോ എന്നെല്ലാം. ബട്ട് ഓക്കെ, എന്നാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അല്ല, എന്തായാലും കോളേജിൽ എന്തായാലും ഫെലിസിറ്റേറ്റ് ചെയ്യല്ലോ. എന്താണ് അതൊക്കെ നമ്മൾ മിസ് ചെയ്തില്ലേ? സിറ്റുവേഷൻ ആയാലും അതൊക്കെ മാറട്ടെ, സ്കൂളും കോളേജസും ഒക്കെ തുറക്കട്ടെ അല്ലേ? ബട്ട് ടീച്ചേഴ്സ് എല്ലാ ആൾക്കാരും വിളിച്ചു. എന്റെ LKG പഠിക്കുന്ന ടീച്ചർ വരെ വിളിച്ചു. ആ മെസ്സേജ് എല്ലാം കാണുമ്പോൾ ശരിക്കും അയ്യോ ഇത്രയുണ്ടോന്ന് വിചാരിച്ചു പോയി. ഭയങ്കരമായിരുന്നു LKGയിലുള്ള മാമിനെ വിളിച്ചത്. എന്തായാലും ഒരു പ്രൗഡ് മൂമെന്റ് ആണ് അല്ലേ? പിന്നെ പാരന്റ്സിന് അത്രയും പ്രൗഡ് ആക്കാൻ പറ്റി. അതല്ല ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ഇതില് അതും ഭയങ്കര സന്തോഷം. എങ്ങനെയാണ് ഇതിനെ ക്ലെയിം ചെയ്തത്? ലൈക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമ്മളൊരു
ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരെ കൺഫേം, നെക്സ്റ്റ് ഡേ തന്നെ അവരെ കൺഫർമേഷൻ തന്നു. വിത്തിൻ 7 days നമ്മുടെ വർക്ക്സ് വിത്തൗട്ട് എഡിറ്റിംഗ് കട്ടിങ് നമ്മുടെ വീഡിയോസ്, ഫോട്ടോഗ്രാഫ്സ്, നമ്മുടെ ID പ്രൂഫ്സ് എല്ലാം സെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. വിത്തിൻ 7 days അതെല്ലാം അവര് തന്നൊരു ലിങ്കിലേക്ക് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്തു. വിത്ത് നെക്സ്റ്റ് 7 daysനുള്ളിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി. നിഹാൻ ഇതിന് ആരാ സഹായിച്ചത് ഈ വീഡിയോ എടുക്കാനും ഒക്കെ? വീഡിയോ ആക്ച്വലി ഫാമിലി, എന്റെ ഉപ്പ ഉമ്മ സിസ്റ്റേഴ്സ് ആണ്, ഇവർക്കാണ് അറിയാവൂ ഞാൻ ഇങ്ങനെ ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്ത്. പിന്നെ എന്റെ ഫ്രണ്ട്സിന് അറിഞ്ഞിട്ടില്ല, റെക്കോർഡ് വന്ന ശേഷം ഞാൻ പറഞ്ഞത്. എന്റെ ഫാമിലിക്ക് മാത്രമായിരുന്നു പറഞ്ഞത് ഞാനിങ്ങനെ ഒരു റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഫുൾ സപ്പോർട്ട് അവരായിരുന്നു. പിന്നെ വീഡിയോസ് ഒക്കെ ഞാൻ സെൽഫായിട്ട് എടുത്ത വീഡിയോസ് ആണ്. സെൽഫായിട്ട് എടുത്തത് തന്നെയാണ്. അപ്പൊ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാ പറഞ്ഞത്, നമ്മള് കാർവും ചെയ്യണം, വീഡിയോസും എടുക്കണം. അത് കുറച്ചൊരു ഇടങ്ങാറായിരുന്നു. പക്ഷെ എന്താ അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടിയല്ലോ. കിട്ടി, ആ ഒരു സന്തോഷം. അതിൽ തന്നെ എല്ലാം നമ്മൾ എത്ര എഫേർട്ട് ഇട്ടതായാലും അതൊക്കെ അത് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തില് അല്ലേ? ശരിക്കും ഇത്രയൊന്നും പ്രതീക്ഷിക്കില്ല. ഇങ്ങനെ പേപ്പറിൽ വരുമെന്നോ അല്ലെങ്കിൽ ന്യൂസിൽ വരുമെന്നോ അതൊന്നും പ്രതീക്ഷിക്കില്ല. പക്ഷെ അവസാനം ഇങ്ങനെല്ലാം ആയിരം ഭയങ്കര ഹാപ്പിനെസ്. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞു കേരള പെൻസിൽ കാവേഴ്സ് എന്നിട്ടൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനെ പറ്റി സംസാരിച്ചിരുന്നു. കുറെ മെന്ററിങ് അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ ഹെൽപ്പും അവിടുന്ന് കിട്ടാറുണ്ട്. അവര് പറയും, അവര് ഈ ഡോക്യുമെന്റ്സിന്റെ കാര്യമെല്ലാം കുറച്ച് നമുക്ക് ഈ ഗസറ്റഡ് ഓഫീസേഴ്സിനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവര് പറഞ്ഞു ഇല്ല, ഡോക്യുമെന്റ്സ് ഇങ്ങനെ അയച്ചാൽ മതി. മീൻസ് എല്ലാ കാര്യത്തിനും കുറെ ആൾക്കാരുണ്ട് ബാക്ക് സപ്പോർട്ടേഴ്സ് ആയിട്ട് ആ ഗ്രൂപ്പില്. നമുക്ക് എന്തിനും ആവശ്യം ഉണ്ടെങ്കിലും കുറെ ചേട്ടന്മാരും ചേച്ചിമാരെല്ലാം ഉണ്ട്. അപ്പം അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ആ ഗ്രൂപ്പാണ് ശരിക്കും എന്താ. ഞാനിപ്പോ പുതിയ ഫോൺസ് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ വർക്ക്ഷോപ്സ് നടക്കും. വർക്ക്ഷോപ്പിലൂടെ നമുക്ക് ഓരോ ടാസ്ക് തരും. അപ്പം അങ്ങനത്തെ എല്ലാം വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ഫാമിലിനെ പറ്റി പറയൂ. ഫാമിലി എങ്ങനെയാണ്? പറഞ്ഞു, ഫാമിലി വിതൗട്ട് ദം ഇത് പോസിബിൾ അല്ല. അവർ ഉണ്ടായതുകൊണ്ടാണ്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒന്നും പോസിബിൾ അല്ല. അപ്പൊ എന്താണ്, എങ്ങനെയായിരുന്നു മീൻസ് ഫാമിലി എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്? ലൈക്ക് ചില സമയത്ത് നമുക്ക് പറഞ്ഞോളൂ. ഫാമിലി, എന്റെ ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാല് ഒരു ലിമിറ്റും വെച്ചിട്ടില്ല. അതായത് നമുക്കിപ്പോ അറിയാം ചില ഫാമിലീസില് പാരന്റ്സ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ വിടില്ല. അങ്ങനെയെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എന്റെ ഫാമിലി അങ്ങനെയല്ല. എന്റെ ഉപ്പ ഉമ്മ ആണ് എല്ലാ സക്സസിനും. ഞാൻ എന്തായോ അത് അവരെ കൊണ്ടാണ്. കാരണം അവരെന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിട്ടു. അവരെപ്പോഴും പറയാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കരുത്, നമ്മളെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം, നമ്മളെ ഇഷ്ടങ്ങൾ അങ്ങനെല്ലാം പറഞ്ഞു. അപ്പം അവരാണ് മെയിൻ സപ്പോർട്ടേഴ്സ്. പിന്നെ സിസ്റ്റേഴ്സ് എല്ലാ കാര്യത്തിനും കട്ടക്ക് കൂടെ ഉണ്ടാവും. പിന്നെ കൊറേ ഫ്രണ്ട്സ് ഉള്ള ആളാണ്. എനിക്ക് ക്ലിയർ ആയില്ലേ ചേച്ചി? അതായത് നിഹക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? സിസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് 2 സിസ്റ്റേഴ്സ് ആണ്. ഒരാൾ MBA ചെയ്യുന്നു, ഒരാള് 6th പഠിക്കുന്നു. ഉപ്പ ബിസിനസ് ആണ്, ഉമ്മ ഹൗസ് വൈഫ്. അറിയാത്തവർക്ക് പറയാ, പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിബർട്ടി ബഷീറിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ് നമ്മുടെ നിഹ. അതെ, സത്യം പറഞ്ഞാൽ അവർക്കൊന്നും ഫസ്റ്റ് ഈ റെക്കോർഡ് എന്താന്നൊന്നും ഫാമിലിയിലും കുറച്ച് ഫ്രണ്ട്സിനും അറിയില്ല എന്താ ഈ റെക്കോർഡ് എന്ന് പറഞ്ഞാല്. മീൻസ് എന്തിനാണ് കിട്ടിയതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. പിന്നെ അന്നേരമാണ്
എവ്രി വൺ ഭയങ്കര പ്രൗഡായി. എല്ലാ ആൾക്കാരും ഭയങ്കര ഹാപ്പി. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമുക്കൊരു ഇതുണ്ടാവൂലേ, നമ്മളെ കുടുംബത്തിൽ ഒരാള് അല്ലേ? അതെ, അതാ എല്ലാ ആൾക്കാരും പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം, ആള് ഇങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടോ? ആർക്കും അങ്ങനെ അറിയുന്ന ഒരാട്ടല്ല ഇത്. അപ്പം അവരെല്ലാം കൺവേ ചെയ്യാനും ഇങ്ങനെ പറയാനും ഈ എന്ത് റെക്കോർഡാണ്. ഇപ്പൊ ഗിന്നസ് റെക്കോർഡാണ് എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു റെക്കോർഡ്. അപ്പൊ ഇങ്ങനത്തെ ഒരു റെക്കോർഡ് ഉണ്ട് എന്നറിയാൻ കുറെ ആൾക്കാരെ കൺവേ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നാഷണൽ ലെവലിൽ ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് ഉണ്ട്, അതാണ് ചെയ്തത് എന്നെല്ലാം പറയാൻ. ആദ്യം തൊട്ടേ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് തൊട്ടേ മീൻസ് റിപ്പീറ്റ് ആയിട്ട് ഇതന്നെ പറയണം. എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ ചോദിക്കും എന്താ ആക്ച്വലി എന്താ സംഭവം, ഇതെന്താ മനസ്സിലായില്ല. അപ്പൊ ആ ഫസ്റ്റ് തൊട്ടേ നമ്മൾ പറയണം. 2 ദിവസമൊക്കെ കഴിയുമ്പോ മടുക്കും. ഇതിപ്പോ എല്ലാവരും ഇതിപ്പോ എല്ലാ ആൾക്കാരോടും പറയുന്നതിനും കാട്ടി നല്ലത് എന്താ ഇത്, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായി. ഞാൻ പറയും എന്തിനാ അമ്മ പറയോ ഉമ്മ പറയോ അല്ല സിസ്റ്റേഴ്സ് ആരെയും പറഞ്ഞു കൊടുക്കുക? ഇല്ല, എല്ലാ ആൾക്കാർക്കും പിന്നെ ഇതന്നെ ആയി പണി. ഇങ്ങനെ ഒരു സംഭവത്തിനാണ് കിട്ടിയത്. ഇങ്ങനെ ചോദിക്കും ഇങ്ങനത്തെ സംഭവം ഉണ്ടാ, ഇങ്ങനത്തെ ആർട്ട് ഫോം എല്ലാം ഉണ്ടാ. അപ്പം അന്നേരം വിചാരിക്കും വേണ്ടായിരുന്നു, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് വിചാരിക്കും. എന്തുകൊണ്ടും കുറെ പേരിലേക്ക് നമുക്ക് ആ ഒരു ഐഡിയ കൺവേ ചെയ്യാൻ പറ്റിയല്ലോ. ശരിക്കും അത് കണ്ടിട്ട് ഈ ഒരു എന്റെ പേജിൽ ഞാൻ ഈ IBR അച്ചീവർ പാക്കറ്റിൽ ഇട്ട് കണ്ടിട്ട് കൊറേ ആൾക്കാർ എന്നോട് ഈ റെക്കോർഡിനെ പറ്റിയിട്ടും കുറെ ആൾക്കാർ ഇപ്പൊ അറ്റംപ്റ്റ് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവർക്കും കൂടി ഞാന് എന്താ പറയാ എന്റെ ഒരു ഹെൽപ്പ്, ചെറിയൊരു ഹെൽപ്പെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. കുറെ ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെല്ലാം വന്ന് ചോദിച്ച് എങ്ങനെയാ ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാ വീഡിയോസ് എടുക്കേണ്ടത്. അപ്പം ഭയങ്കര ഹാപ്പി. നമുക്ക് പറ്റുന്നത് വേറെ ആർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി. ശരിക്കും. എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഈ ഫീൽഡിൽ തന്നെ? എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും? ഇല്ല, ഇത് പാഷൻ ആയിട്ട് പോവും. എന്റെ ഉപ്പാക്ക് വേറൊന്നുള്ളത് എന്ന് പറഞ്ഞാല് പ്രൊഫഷൻ എന്റെ ഉമ്മാക്ക് കൊണ്ടുപോകണം. അപ്പൊ രണ്ടും ബാലൻസ് ചെയ്ത് പോണം. രണ്ടും എന്താ കൈവിടാതെ ബാലൻസ് ചെയ്ത് പോണം. PG എടുക്കണം. ഇതില്ല എന്താവുന്നു പ്രൊഫഷനായിട്ട് എന്താണ് പ്രൊഫഷൻ ആക്കാൻ തീരുമാനം? ഒരു ഐഡിയ ഉണ്ടാവല്ലോ എന്തെങ്കിലും? ഇപ്പം BCA 3rd ഇയർ കഴിഞ്ഞ് ഇനി ലാറ്ററൽ MCA ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വർക്ക് എവിടെയെങ്കിലും വർക്ക് ചെയ്യണം. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ഈ കാർവിങ്സും നമ്മളിങ്ങനെ കൊണ്ടുപോകും. കാർവിങ്സ് മാത്രല്ല ആർട്ട് ഫോംസ് മീൻസ് ഇപ്പം എന്തായാലും പുതിയത് കാണുമ്പം ട്രൈ ആക്കണം. കണ്ടതന്നെ എനിക്ക് ഇഷ്ടമല്ല. ന്യൂ കുറച്ചായിട്ട് വരക്കും. എല്ലാം കുറച്ചുണ്ട്. അങ്ങനെ എല്ലാത്തിലും നമ്മളിങ്ങനെ കൈവച്ചു പോകും. +2 കഴിഞ്ഞതാണ്. പറഞ്ഞോളൂ കേൾക്കാം, എനിക്ക് കേൾക്കാം. +2 കഴിഞ്ഞതാണ് ശരിക്കും ഇങ്ങനെ ഒരു ഞാൻ അത്ര ഇങ്ങനെ സംസാരിക്കുന്നോ ഇങ്ങനെ ഫിയർ ഇല്ലാണ്ട് സംസാരിക്കുന്ന ഒരു പേഴ്സണേ അല്ല. 10th കഴിഞ്ഞ് +1 +2 ഞാൻ പഠിച്ച സ്കൂളിൽ തൊട്ടിട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവാൻ. എല്ലാ പ്രോഗ്രാംസിനും എന്തുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും. ആ ഒരു രീതിയിൽ എത്തിയത് അവിടുന്നാണ്. അതെയോ? അപ്പൊ എന്താ പറയാ, എന്ത് പറ്റി 10th വരെ? എന്ത് പറ്റി? 10th കൾച്ചറൽ പ്രോഗ്രാം എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഈ സ്റ്റേജിലൊന്നും ഫിയർ ഇല്ലാണ്ടൊന്നും നിൽക്കുന്നില്ല. സ്റ്റേജ് ഫിയർ ഭയങ്കര ഉണ്ടായിരുന്നു. ഈ 10th കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് എനിക്ക് പറയുന്നില്ല. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പം എന്തിനും എവിടെയും പോയി പറയും. ഫേസ് ചെയ്യും. ഒരു പേടിയില്ല. വേണ്ടത് ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെയല്ല, എന്നാൽ കൂടി എപ്പോഴും എല്ലാരും പറയാ പേടിയാണ് നമ്മൾ പറയുമ്പോ ആൾക്കാർ വിശ്വസിക്കൂല. അത് വേറെ കാര്യം. എന്നാലും പിന്നെ പറയുമ്പോ എന്താ പറയാന്ന് വെച്ചാല് പേടി പാടില്ല. ലൈഫിൽ ഒന്നും നമ്മൾ ഭയപ്പെടുന്ന. ശരിക്കും എന്റെ ഉപ്പ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് പേടിക്കരുത്, ആരെയും പേടിക്കരുത്. എല്ലാം ഫേസ് ചെയ്യുമ്പോ ചിലപ്പം സക്സസ് ആവാം, ചിലത് ഫെയിലിയർ ആവാം.
ഫെയിലിയർ ആകുമ്പോൾ നമുക്ക് അതൊരു ഒരു പാടാവാം, അത്രേ ഉള്ളൂ. സക്സസ് ആകുമ്പോൾ നമുക്കൊരു നേട്ടം ഉണ്ടാവും. അങ്ങനെ ഒരു ഉപ്പ ഉമ്മ രണ്ടാൾക്കാർ എപ്പോഴും പറയുന്നത്, ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും ജീവിക്കരുത്, സ്വന്തമായിട്ട് നമുക്ക് ജീവിക്കണം എന്നും പറഞ്ഞു. അതന്നെയാണ് ലൈഫ് ലോങ് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റണം. എന്തായാലും ഉപ്പയും ഉമ്മയാണ് ഒരു പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും സപ്പോർട്ടീവ് അല്ലേ. യൂഷ്വലി അങ്ങനെ നമ്മൾ എല്ലാരും ഇപ്പൊ പറയാറ് അല്ല, എനിക്ക് പേടിയാ, എന്റെ വീട്ടിൽ അങ്ങനൊക്കെ ഒരു ഇതാണ്. പക്ഷെ ഇവിടെ ശരിക്കും എല്ലാ ഫാമിലീസിലും ഇപ്പം ഓർത്തഡോക്സ് ഫാമിലി, ഇപ്പൊ മുസ്ലിം ഫാമിലിയാണ് ഞാൻ. അപ്പം അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കുറെ സൈഡിൽ ഉണ്ടാവാം. ബട്ട് എന്റെ പാരന്റ്സ് എന്നെ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കാനില്ല, ആരെയും പേടിക്കണ്ട. അതേപോലെയാണ് ഇപ്പം ആരും ഒന്നും പേടിക്കണം, നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് പോയിക്കോ. അത് എന്താ, അത് ശരിക്കും നമ്മള് എന്താ മിസ്യൂസ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. നമുക്ക് തരുന്ന ഫ്രീഡം നമ്മൾ മിസ്യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഫുൾ ഹാപ്പി ചെയ്തു. അത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലായി. കാരണം ഇത്രയും ഒക്കെ അച്ചീവ് ചെയ്തല്ലോ. ആ പാരന്റ്സിനെ നമ്മള് ഉപ്പന്റെ ഉമ്മേന്റെ പേര് പറഞ്ഞില്ല ആക്ച്വലി. ഉപ്പാന്റെ പേര് ഹാരിസ്, അത് ഉപ്പാന്റെ പേര് ഹാരിസ്, ഉമ്മാന്റെ പേര് സുരയ്യ, സിസ്റ്റേഴ്സ് ഒരാള് സുഹ, ഒരാള് നൂറിൻ. എല്ലാവർക്കും ഒരു പ്രൗഡ് സിസ്റ്റർ, ഒരു പ്രൗഡ് ഡോട്ടർ ആണ് എന്തായാലും നിഹ. അങ്ങനെ തന്നെ ആവട്ടെ എല്ലാം ലിവ് ലോങ്. അതെ. പിന്നെ മെയിൻ പില്ലേഴ്സ് കുറെ ആൾക്കാരുണ്ട് കേട്ടോ, ഫ്രണ്ട്സ് കുറെ ആൾക്കാരുണ്ട്, കുറെ ഫ്രണ്ട്സ് സർക്കിൾ ഉള്ളവരുടെ കൂട്ടത്തിലാണ് ബോയ്സ് ഗേൾസ് എല്ലാ ആൾക്കാരും. അപ്പൊ അവർക്ക് എല്ലാവർക്കും, അവരിൽ ചിലവരൊക്കെ കാണുന്നുണ്ട് തോന്നുന്നു, നുഹ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു ഹായ് കൊടുത്തേക്ക്. എന്താ പറയാനുള്ളത് അവരോട്? അവരാണ് ഈ ഒരു സോഷ്യൽ മീഡിയാസിലെ എല്ലാ സൈഡിലും സപ്പോർട്ടിങ് ആയിട്ട് എന്റെ ഫ്രണ്ട്സ് ആണ് എല്ലായിടത്തും ഉള്ളത്. അവരും എന്റെ പാരന്റ്സും ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാല്. എന്റെ കോളേജ് ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഫാൻസ് ആയിട്ടുള്ള, അതായത് നിഹയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണ് ഇതൊന്നും ഞങ്ങൾ സംസാരിക്കണതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ നിങ്ങൾ എല്ലാരും ഞങ്ങൾ അക്നോളജ് ചെയ്തല്ലോ. നിഹേന്റെ അടുത്തുനിന്നായിരുന്നു അവർക്ക് കേൾക്കാൻ ആഗ്രഹം. നിഹ സംസാരിക്കും. ഞാനൊന്നും കേട്ടിട്ടില്ല ചേച്ചി എന്താ പറഞ്ഞേ. അല്ല, നിഹന്റെ ഫ്രണ്ട്സും ഫാൻസും ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് പറയുന്നത്. അപ്പം അവരോട് നിഹയാണ് സംസാരിക്കേണ്ടത്. ഞാൻ ഇവരില്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവരാണ് മെയിൻ പില്ലേഴ്സ്. ഇവരും പാരന്റ്സ് തന്നെയാണ് എന്റെ മെയിൻ പില്ലേഴ്സ്. എനിക്ക് ഭയങ്കര സന്തോഷാണ്, കാരണം ഇടുന്നെന്ന് പറയുമ്പോ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് ഹാപ്പി ആവും. അവര് നല്ല ഹാപ്പിയാണ് നിഹനെ ഇങ്ങനെ ഒരു നല്ല നിലയിൽ കാണുന്നതിൽ. അവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് അവരതാ വന്ന് നമ്മൾക്ക് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ ഒരു എനർജൈസ് ചെയ്യുന്നു അവരുടെ കമന്റ്സിലൂടെ. എനിക്ക് ആരുടെയും കമന്റ്സ് കാണാൻ കഴിയുന്നില്ല, ബട്ട് എനിക്കറിയാം. അതെയോ? കുറെ പേര് ഇപ്പൊ നിഹ ഒരു കണ്ണൂരുകാരിയാണെന്ന് പറയുന്നതിൽ കുറെ പേര് അഭിമാനിക്കുന്നു. നിഹന്റെ ഫ്രണ്ടാണ് പറയുന്നതിൽ നിഹ കമന്റ്സ് വായിക്കാൻ പറ്റുന്നില്ലല്ലേ? എനിക്ക് കമന്റ്സ് ഒന്നും കാണുന്നില്ല. ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഓ അങ്ങനെയാണോ? ഞാന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലുക്ക് പറഞ്ഞു. കുറെ ഹാർട്ടൻസ് ഒക്കെ വരുന്നുണ്ട് നിഹക്ക്. എനിവേ, ഓക്കെ, എല്ലാ ബ്ലെസ്സിങ്സും നിഹയുടെ കൂടെ ഉണ്ടാവും. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. നിങ്ങൾക്ക് എക്സ്ട്രാ ടാലൻസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? പാട്ട് പാടും? നല്ല സൗണ്ട് ആണല്ലോ. ഒരു പാട്ട് പാടിയിട്ട് ഇപ്പവും മറക്കാനാവാത്തുണ്ട്. പാട്ടൊന്നുമില്ല, പാട്ട് പാടും പക്ഷെ ഞാൻ എല്ലാത്തിലും നിക്കും. എനിക്ക് അങ്ങനെ എനിക്ക് ഷൈ ഒന്നുമില്ല, എല്ലാത്തിനും കേറി അങ്ങ് നിക്കും, അത്രേ ഉള്ളൂ. പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ.
അത് അപ്പൊ ഒരു വേണ്ട പാട്ട് വേണ്ടേ? വേണ്ട. ശരി, ഞാൻ വെറുതെ ഓക്കെ. വിളിക്കുന്നു. ഓക്കെ, അതായിരിക്കും പിന്നെ നല്ലത്. വേറെ എന്തെങ്കിലും ടാലൻസ് ഉണ്ടോ? ഞാൻ പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മാത്രമാണല്ലോ ഇപ്പൊ ഇതിലൂടെ പോസിബിള്. വേറെ അതൊന്നും വെച്ച് ടാലൻസ് ആയിട്ട് എനിക്ക് ഈ ഒരു കാർവിംഗ് അല്ലാണ്ട് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഷെഫ് ആവണം എന്നുള്ള ഭയങ്കര, എന്നെ കണ്ടാ മനസ്സിലായിരിക്കും ഞാൻ നല്ല ഫുഡിയാണ്, ഞാൻ നല്ല തടിച്ചിട്ടാണ്, ഇങ്ങനെ പാട്ട് കാണുന്നുണ്ടാ. ഇവനായ എന്റെ പിന്നെ കുളിപ്പാട്ട് കാണാൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ചെയ്യാനും, മീൻസ് ഓരോ ആൾക്കാരെ ഭക്ഷണം കഴിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും എന്റെ സിസ്റ്ററും ഹോം ബേക്കേഴ്സും കൂടിയാണ്. അപ്പൊ എന്തൊക്കെ അപ്പൊ നമുക്ക് കുറച്ച് ആ ഒരു ആസ്പെക്ടിലേക്ക് പോവാം. എന്തൊക്കെയാണ് നിങ്ങള് ഹോം ബേക്കേഴ്സ് ആണ് അല്ലേ? അപ്പൊ സിസ്റ്റേഴ്സ് ബേക്കിംഗ് സ്റ്റോറി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നു. എല്ലാം കൂടി സിസ്റ്റർ ആണ് മെയിൻ ബേക്കർ. അപ്പൊ നമ്മള് നമ്മുടെ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യണം. ലൈക്ക് നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ച റെക്കോർഡ് ആ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാ. നമുക്കൊരു ബേക്കർ ആണെന്ന് കൂടി അറിയുമ്പോൾ നമ്മളെ ഫോക്കസ് ഒക്കെ ഫുള്ള് ഷിഫ്റ്റ് ചെയ്ത് ഒരു ഓൺടർപ്രണറിയൽ ആസ്പെക്ടിലേക്ക് കൊണ്ടുവരണം ഇന്റർവ്യൂ. ശരിക്കും എന്റെ സിസ്റ്റർ ആണ് മെയിൻ ബേക്കർ, ഞാൻ ഫുൾ ഹെൽപ്പർ. അങ്ങനെയാണ്. മീൻസ് എനിക്ക് ഇഷ്ടം സ്പൈസി ഫുഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. സ്വീറ്റ് ഫുഡാണ് ഓക്കെ ഇഷ്ടം. അപ്പം ഓള് ആ ഒരു ഡെസേർട്ട് സൈഡിലേക്കും ഞാൻ എന്റെ വേറൊരു സൈഡിലേക്കും പോകുന്നു. ഓള് ബേക്കിംഗ് മീൻസ് ബേക്കിംഗ് മൊത്തം എന്റെ എൽഡർ സിസ്റ്റർ ആണ്. ആളൊരു നല്ല ഷെഫ്, മീൻസ് നല്ലൊരു ബേക്കറാണ്. സ്വന്തം പറ്റി പറയല്ല, ഭയങ്കര നല്ല ടേസ്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ഷെഫ് ആയതുകൊണ്ടല്ലേ? ബേക്കറാണ്. ഓ എനിക്ക് കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നില്ല. ഇത്ര നേരം എന്താ പറഞ്ഞതെന്ന് കേട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ലീവ് ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ചെയ്യാറ് ഞാൻ ഒന്ന് ലീവ് ചെയ്യാം, ഒന്നും കൂടി ആഡ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. ചേച്ചി ഓളോട് ട്രീറ്റ് തരാൻ പറ. ഇപ്പത്തെ സിറ്റുവേഷനിൽ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ട്രീറ്റ് തരാനാണ് പറയേണ്ടത്. അയ്യോ ഇപ്പൊ മൊത്തത്തിന് പോയല്ലോ നൂറിൻ. അല്ല സോറി നിഹ. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? പോയാ ഇപ്പൊ ഓക്കെ കേൾക്കാം. ഇതൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ നിഹ? ഇല്ല തോന്നുന്നു. ഓക്കെ, എനക്കൊന്നും കേൾക്കുന്നില്ല. നമുക്കൊന്നും കൂടി നോക്കാം. ട്രീറ്റ് ഞാൻ ചോദിച്ചു തരാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ
കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അതിൽ ഈ മീൻ വൈകില് നമുക്ക് കുറെ കോമൻസ് കിട്ടി. എന്താണെന്നറിയോ? ആ നിന്നെ ട്രീറ്റ് കൊടുക്കണം, നിനക്ക് കാണാൻ പറ്റുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ആരും കാണാൻ പറ്റണ്ടേ? എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ട്രീറ്റ് വലിയൊരു എന്ന പ്ലാൻ. എല്ലാ ആൾക്കാർക്കും നിങ്ങളെല്ലാരും എന്നെ സ്മരിക്കണം ആ നിമിഷത്തിൽ. ഞങ്ങളെ നല്ലൂർ സ്റ്റാർട്ടപ്പിനെ ഒന്ന് സ്മരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യും വേണം ഞങ്ങളെ, അല്ലെ? ഞങ്ങൾക്ക് അതാ നിങ്ങളോട് പറയാനുള്ളത്. ഏച്ചിന്റെ ഫേസ് എനിക്കൊന്നും കാണുന്നില്ല. ആണോ? ഫുൾ ബ്ലർ ആയിട്ടാണ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെ ബേക്കർ ആണ് എന്നൊക്കെ അറിഞ്ഞപ്പോ ആ ഒരു ആസ്പെക്ടിലേക്ക് കൊണ്ടുപോയതാണ്. ഓക്കെ. തലശ്ശേരിയിലെ വരുമ്പോ ഓ എനിക്കൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല.